ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് PM കിസാൻ 2000 രൂപ കൈപ്പറ്റുന്ന കർഷകർ അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ഐഡിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലും CSC സെൻ്ററുകളും വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, കാർഷിക ലോൺ, സബ്സിഡിയോട് കൂടിയുള്ള രാസജൈവ വളങ്ങൾ, വിള ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാ കർഷകരും ഈ ID കാർഡ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങാനും അതോടൊപ്പം തന്നെ മുൻഗണന നഷ്ടമാവാനും സാധ്യതയുള്ളതിനാൽ തന്നെ ഈ ഒരു കർഷക ID എടുക്കുക എന്നത് എല്ലാ കർഷകർക്കും നിർബന്ധമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായി കർഷകർ നിങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ, നിലവിൽ സ്ഥലത്തിൻ്റെ കരമടച്ച റെസീറ്റ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയൊക്കെ തന്നെ കൃത്യമായിട്ട് കൈവശം കരുതേണ്ടതാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയപരിധി മെയ് 30 വരെയാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതിനാൽ തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുവാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സെൻ്ററുകളിലോ പോയി രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ടൊരു അറിയിപ്പ്, മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതിൻ്റെ വിതരണം ഈ മാസം അവസാന വാരം, അതായത് മെയ് 25 മുതൽ ആരംഭിക്കും. പ്രതിമാസ പെൻഷൻ ധനസഹായമായിട്ടുള്ള 2000 രൂപ തന്നെയാണ് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പുതിയ മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും വരും മാസങ്ങളിൽ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. പെൻഷൻ വരാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇതേറെ ആശ്വാസം തരുന്നതാണ്. എന്നാൽ പെൻഷൻ തുക ലഭിക്കുന്നതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരിക്കുന്നത്. മുൻപത്തെ സർക്കാർ നൽകിയിട്ടുള്ള ഇളവുകൾ അനുസരിച്ച് 2026 ജൂൺ 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും. പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപക്ക് മുകളിലാണോ എന്ന് കണ്ടെത്തിയാൽ അങ്ങനെയുള്ളവർക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ഉപഭോക്താക്കൾ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ജൂൺ മാസം 30 മുമ്പായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം.